ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ജേർണൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു ജേർണൽ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് തന്നെ ഒരു ബുക്കാണ്. ആ ബുക്കിലെ പേജസ് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു നോർമലായിട്ടുള്ള നോട്ട്ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ലൈൻസ് വരുന്ന ബുക്കിൽ നമ്മൾ മാത്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പഴയൊരു നോട്ടാണ് എൻ്റെ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ പ്ലെയിൻ ലൈനൊന്നും ഇല്ലാത്ത ബുക്കാകുമ്പോൾ നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാൻ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത്. അതും വീട്ടിലുള്ള നോർമലായിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ ഒരു ജേർണൽ ഒരു ബേജ് ആൻഡ് ക്രീം ആ ഒരു കൈൻഡ് ഓഫ് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ പഴയൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ 2 പീസ് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ലേ ഔട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്ന സ്റ്റൈലും അതുപോലെ അതിൻ്റെ ആ ഒരു വലിപ്പം എവിടെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫെവി സ്റ്റിക്കാണ്. ഫെവിക്കോൾ അങ്ങനത്തെ പശേനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനത്തെ ഫെവി സ്റ്റിക്ക്, ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് 2-3 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ ബ്രൗൺ കളറിലുള്ള ഒരു പേപ്പർ. നമുക്കിങ്ങനെ ഈ ഫാൻസി സ്റ്റോറിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഒരു പേപ്പർ കവറിൽ നമുക്ക് മാലയും കമ്മലൊക്കെ ഇട്ടുതരില്ലേ, അതുപോലെ സ്റ്റേഷനറി ഷോപ്പിൽ പോയാലും നമുക്ക് അങ്ങനത്തെ ഒരു കവറിൽ ഇങ്ങനെ ഇട്ടുതരും. അപ്പോൾ ഞാൻ ആ പേപ്പർ കവർ ജസ്റ്റ് ഒന്ന് ചുളിച്ചിട്ട് അതെൻ്റെ കൈകൊണ്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുള്ള പീസുകളാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നും വേണ്ട, ഷേപ്പ് അങ്ങനെ ഒന്നുമില്ല. ഒരു ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനാണ് എല്ലാം. നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്, എങ്ങനെയാണ് നമുക്ക് മുറിക്കാൻ തോന്നുന്നത്, കൈകൊണ്ട് കീറി അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കൈ വെച്ച് കീറിയതാണ്. അപ്പോൾ അത് ഞാൻ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആദ്യം ഞാനൊന്ന് നോക്കിയിട്ട് എവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് രസമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് പിന്നെ ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ജേർണൽ കുറച്ച് കളർഫുള്ളും എസ്തറ്റിക്കൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇതുപോലെ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ മാഗസീനോ പേപ്പറിനൊക്കെ നമുക്ക് വെട്ടിയെടുക്കുക. അങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസോ ഇങ്ങനെ കോട്ടൊക്കെ ഞാൻ എൻ്റെ ഡെസ്ക് ഡെക്കോറിലും അതുപോലെ റൂം ഡെക്കോറിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പിൻട്രസ്റ്റിൽ പോയിട്ട് കുറച്ചധികം ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അതൊരു കൊളാഷ് ആക്കിയിട്ട് ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കർ പോലത്തെ സംഭവങ്ങൾ കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളത് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ഒട്ടിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വാഷി ടേപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗിങ്ഹാം പാറ്റേൺ വരുന്ന പോലത്തെ പേപ്പർ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വാഷി ടേപ്പ് പോലെ ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഷി ടേപ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജേർണൽ ചെയ്തിട്ടുള്ളത്. പിക്ചേഴ്സ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് അത് നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതാകുമ്പോൾ നല്ല ലുക്കായിരിക്കും കേട്ടോ നമ്മുടെ ജേർണലിന്. ഇനി നിങ്ങൾക്ക് പിക്ചേഴ്സ് പ്രിൻ്റ് എടുക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള മാഗസീനൊക്കെ ഉണ്ടാവില്ലേ, പഴയ മാഗസീനൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും നല്ല ഭംഗിയുള്ളത് എന്തെങ്കിലും ഉണ്ടായാലോ. അതുപോലെ ഇങ്ങനെ കോട്ടൊക്കെ നമുക്കിങ്ങനെ വായിച്ചു കഴിഞ്ഞ ബുക്കിൽ നിന്നൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അത് നല്ല രസമുണ്ടാവും. പിന്നെ ഞാനിതിങ്ങനെ പറയണേക്കാളും നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും കുറച്ചുകൂടി മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കണേന്ന് കേട്ടോ. പറയുമ്പോൾ അത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ഓരോ പൊസിഷനിൽ അറേഞ്ച് ചെയ്തിട്ട് ഓക്കെ ഇതിവിടെ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മളത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും.
അങ്ങനെ ഞാൻ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഓരോ പൊസിഷനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മളെ തുളസിയുടെ മുകളിലുള്ള ഒരു പോർഷനില്ലേ, ആ പൂവിൻ്റെ ഒരു ഭാഗം, ഇല അല്ലാത്തൊരു ഭാഗമല്ലേ, തുളസി അല്ല തുളസിക്കതിര്, ആ സംഭവം നമ്മൾ ഉണക്കിയതാണിത്. അതുപോലെ ഒരു റോസാപ്പൂവും ഇതുപോലെ ഉണക്കിയതാണ്. ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഡ്രൈ ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ, ഇങ്ങനെ ഉണങ്ങിയ സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വെച്ചാൽ നല്ല രസമുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ തീം എന്ന് പറയുന്നതൊരു ബ്രൗൺ ആൻഡ് ബേജ് ആ ഒരു തീമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വെക്കുമ്പോഴേക്കും നല്ല രസമുണ്ടാവും. പിന്നെ ഈ പൂവിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേപ്പ് പോലെ ഒട്ടിക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തത് ആ ഒരു കവറില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ബ്രൗൺ പേപ്പർ, അതായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബ്രൗൺ കളറിലുള്ളൊരു ടേപ്പ് ഉണ്ടായിരുന്നു, ഒരു വാഷി ടേപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എടുക്കാം, അതൊരു ഡാർക്ക് ബ്രൗൺ കളർ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒന്ന് ഒട്ടിക്കാം, അത് കുറച്ചും കൂടി മറ്റേ ആ ഒരു കവറിനേക്കാൾ രസമുണ്ടെന്ന് തോന്നിയിട്ട് അത് ഞാൻ എടുത്തിട്ട് അത് ഇപ്പം നമ്മുടെ ലേ ഔട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും ജേർണലിങ് ചെയ്യാം, അതായത് എഴുതാം. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ ഈ ഒരു പേജ് മെയിനായിട്ടും എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെപ്പറ്റി എഴുതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാ നമ്മുടെ മാർക്കറും അതുപോലെ ബ്ലാക്ക് പെന്നൊക്കെയാണ്. ഇതിനായിട്ട് അങ്ങനെ കുറേ സ്റ്റേഷനറീസൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ജേർണലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളെ ട്രാവൽ എക്സ്പീരിയൻസ്, നമ്മൾ കഴിച്ച ഫുഡിനെ പറ്റിയിട്ട്, നമ്മളൊരു ഡേനെ പറ്റിയിട്ട്, അങ്ങനെ നമുക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ അതൊക്കെ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞ് ഐഡിയാസ് ആയിട്ട് ഇതുപോലെ കൊളാഷൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് നമ്മളെ ഐഡിയാസും നമ്മളെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വേ ആണ് ജേർണലിങ്. അത് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതുമ്പോൾ. അത് ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി, എന്നെ പറ്റി എഴുതി. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു കാര്യമാണ് എപ്പോഴും ജേർണലിങ് ചെയ്യുന്നത്. ഞാനിങ്ങനെ കുറേ പേര് ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കുറേ പേര് വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ജേർണലിങ്ങിൻ്റെ. പക്ഷേ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു സംഭവമാണ് ജേർണലിങ്. പ്ലാനറൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ജേർണൽ ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നല്ല കാമായിട്ടിരുന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് ഇങ്ങനെ നമുക്ക് തന്നെ ഒരു രസമല്ല ഇതൊക്കെ. ഇങ്ങനെ എഴുതാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ലൊരു ഐഡിയ ആണ് ജേർണലിങ്. അതുപോലെ നമ്മളിങ്ങനെ ബോറടിച്ച് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്, നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജേർണലിങ് എനിക്ക് തോന്നുന്നു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ആ ലാസ്റ്റത്തെ ഒരു ബ്രൗൺ പേപ്പറില്ലേ, ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഞാൻ എന്തെങ്കിലും വരച്ച് അങ്ങനെ എന്തെങ്കിലും ഞാനല്ലേ എഴുതണേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു പിക്ചർ അവിടെ വരയ്ക്കാം, എനിക്ക് തോന്നിയ പോലെ എന്തെങ്കിലും വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സൂര്യകാന്തിയൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. വലിയ പെർഫെക്ഷനൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഇംപെർഫെക്ഷൻസും ഉണ്ട്. അങ്ങനെ അവസാനം നമ്മളെ ജേർണൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ജേർണൽ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.